നമസ്കാരം. പാണ്ഡിരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, നിത്യ മേനൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്റർ റിലീസായ തമിഴ് ചിത്രം തലൈവൻ തലൈവി. ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സിനിമ ഇറങ്ങി കുറച്ച് ദിവസങ്ങളായി, വൈകിയാണ് വീഡിയോ വരുന്നത്, ശരിയാണ്. സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഈ ഒരു കാര്യം കൂടെ പറയാമെന്ന് കരുതുന്നു. സമയത്തിൻ്റെ ഒരു പരിമിതി എന്നെ സംബന്ധിച്ചുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് മൺസൂൺ മീഡിയയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്നുള്ള പരസ്യവും നൽകിയിരുന്നു. സിനിമ റിവ്യൂ എന്ന നിലയിൽ മാത്രമല്ല, സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും വിശകലനം ചെയ്യാനുമൊക്കെ താല്പര്യമുണ്ട്, അതിൽ കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക എന്ന നിലയിൽ കൂടെയാണ് അതിൽ വരുന്നത്. കുറച്ച് റിപ്ലൈസ് ഒക്കെ വന്നിരുന്നു, പക്ഷേ ഒരു ഫയർ അന്ന് അവരിൽ കാണാൻ സാധിച്ചില്ല എന്നാണ് കമ്പനി അറിയിച്ചത്. വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോ മൺസൂമയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ആയിട്ടോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടെ അറിയിക്കുക. താങ്ക് യു. തലൈവൻ തലൈവി. ആകാശവീരൻ, അരസി എന്നിവരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ആകാശവീരൻ പൊറോട്ട മാസ്റ്ററാണ്. കുടുംബമായി ചേർന്ന് ഹോട്ടലൊക്കെ നടത്തുന്നു. ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷത്തോടെ തന്നെ പോകുന്നു. ഈ ഒരു സമയത്താണ് അരസി ആകാശവീരനുമായി പരിചയത്തിലാകുന്നതും പ്രണയത്തിലായി വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നതും. പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ ചില വഴക്കുകൾ ഉണ്ടാകുന്നു. അതിൽ അമ്മായിയമ്മ പോരും നാത്തൂൻ പോരും ഒക്കെയായി കോമഡി ട്രാക്കിലാണ് സിനിമയെ കൊണ്ടുപോകുന്നത്. രണ്ട് പ്രധാന കഥാപാത്രങ്ങളടക്കം മിക്ക ആൾക്കാർക്കും കുറച്ച് എക്സെൻട്രിക്കായി പെരുമാറുന്ന ആൾക്കാരാണ്. ഒരു വഴക്കിൽ തുടങ്ങി ആ വഴക്കിന് മുന്നേ ഉള്ള ഓരോ എപ്പിസോഡും നമ്മളോട് പറയുമ്പോൾ ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഒക്കെ സംവിധായകൻ സമ്മാനിക്കുന്നുമുണ്ട്. പക്ഷേ കാര്യങ്ങൾ കാര്യമായി തന്നെ സംസാരിച്ചു തുടങ്ങുമ്പോൾ സിനിമ എടുക്കുന്ന സ്റ്റാൻഡ് എന്നത് മികച്ച ഒരു കാഴ്ചയായി അനുഭവപ്പെട്ടില്ല. ചില കാര്യങ്ങളെ തൊട്ടു തലോടി പോകുമ്പോൾ അതിനെ ഈസി എന്ന പരിപാടിയിൽ മാത്രം ട്രീറ്റ് ചെയ്യുന്നതും കുറച്ച് പ്രശ്നമായിട്ട് തന്നെ തോന്നി. ആകാശവീരൻ എന്ന കഥാപാത്രമായി എത്തുന്നത് വിജയ് സേതുപതിയാണ്. തുടക്കത്തിലെ പൊറോട്ട അടി പരിപാടികളും അരസിയുമായുള്ള പ്രണയവുമൊക്കെയായി നല്ല രസമായി തന്നെ ആ കഥാപാത്രത്തെ കൊണ്ടുപോയിട്ടുമുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ, ഉച്ചത്തിൽ സംസാരിക്കുന്ന, ആ രീതിയിൽ ഇടപെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വിജയ് സേതുപതി ഈ സിനിമയിലെത്തുന്നത്. ആ ടെമ്പോയിൽ തന്നെ ഉടനീളം കൊണ്ടുപോവുക, അപ്പോഴും പ്രേക്ഷകരെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ ടാസ്കിൽ വിജയ് സേതുപതി പൂർണ്ണമായും വിജയിക്കുന്നുണ്ട്. മുന്നേ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ ചില ഷെയ്ഡ്സൊക്കെ ഈ ഒരു കഥാപാത്രത്തിലും കാണാം. പക്ഷേ അതൊരു വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടൊന്നും എവിടെയും തോന്നിയില്ല. അരസി ആയിരുന്നത് നിത്യ മേനനാണ്. വിജയ് സേതുപതിയുടെ കഥാപാത്രത്തോട് ഉടനീളം കട്ടയ്ക്ക് നിൽക്കുന്നൊരു പ്രകടനം തന്നെയാണ് ഇവിടെ സമ്മാനിക്കുന്നതും. ഗംഭീരമായിട്ടുണ്ട്, ഒരു സംശയമില്ല. ഈ രണ്ട് കഥാപാത്രങ്ങളെ ഇവർ രണ്ടുപേരും അവതരിപ്പിച്ചു. അതിലെ ആ ഒരു കെമിസ്ട്രി തന്നെയാണ് തലൈവൻ തലൈവി എന്ന സിനിമയുടെ പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരുപക്ഷെ ഈ കഥാപാത്രങ്ങളുടെ രീതി, അവരുടെ സംസാര രീതി എന്നത് വർക്കാവാതെ പോവുകയാണെങ്കിൽ സിനിമ മൊത്തത്തിൽ വർക്കാവാതെ ഇരിക്കാനുള്ള സാധ്യതയും വലുതായിട്ടുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ അയ്യോ ഇത് വെറുപ്പിക്കലാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നെ സംബന്ധിച്ച് ഇവരുടെ ഒരു പ്രകടനം എന്നുള്ളത് വർക്കായിട്ടുള്ള കാര്യം തന്നെയാണ്. നല്ല രസമായിട്ട് തന്നെ എൻജോയ് തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്. ചെമ്പൻ വിനോദ് ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. രസമായി തന്നെ ആ റോള് ചെയ്തിട്ടുമുണ്ട്. ദീപാശങ്കർ, ആർ കെ സുരേഷ്, കാളി വെങ്കട്ട്, യോഗി ബാബു തുടങ്ങിയവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യോഗി ബാബുവിൻ്റെ പ്രകടനം എന്നുള്ളത് മിക്ക സിനിമകളിലും റിപ്പീറ്റ് ചെയ്യുന്ന, നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും സമ്മാനിക്കാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ചെറിയ വേഷമാണെങ്കിൽ പോലും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വേഷമല്ല എന്നതുകൂടെ പറയേണ്ടതുണ്ട്. മൊത്തത്തിൽ കളർഫുള്ളായി എടുത്തിട്ടുണ്ട്. ഒരു പ്ലസൻറ്റ് മൂഡ് എപ്പോഴും സിനിമ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ടെക്നിക്കൽ സൈഡിൽ പശ്ചാത്തല സംഗീതം രസമായിട്ട് തോന്നി. പിന്നെ പറയേണ്ടത് തുടക്കത്തിലെ കുറേ സീനുകളാണ്. ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ അന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെയാണ് ഞാൻ ഓടി തിയേറ്ററിലേക്ക് കയറുന്നത്, കുറച്ച് തിരക്കിലായതുകൊണ്ട്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, സിനിമയിലെ കാഴ്ചകൾ നിങ്ങളെ വല്ലാതെ കൊതിപ്പിച്ചേക്കാം. അത്രയും രസമായിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരുടെ വഴക്ക്, അതിൽ കുടുംബങ്ങൾ കൂടെ ഭാഗവാക്കാകുമ്പോൾ സംഭവിക്കുന്നതൊക്കെ തമാശയിൽ ചേർത്ത് പറയുകയാണ് ചിത്രം. വളരെ സീരിയസ് ആയ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴും ആ ഫൺ മൂഡ് നിലനിർത്തിയാണ് സംവിധായകൻ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. ചിരിക്കാനുമുണ്ട്. അപ്പോൾ ഉള്ള ഒരു പ്രശ്നം തോന്നിയത് സിനിമ സംസാരിക്കുന്ന വിഷയവും മൊത്തത്തിൽ എന്തൊക്കെയോ ആയിപ്പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. വിവാഹം, കൂട്ടുകുടുംബം, അതിലെ പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിലൂടെ സിനിമ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും ലൗഡായ തമാശകൾക്കിടയിൽ ആ വിഷയത്തെയും മൊത്തത്തിൽ ലൈറ്റാക്കി മാറ്റുകയാണ്. കൺവിൻസിംഗ് ആയ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് തോന്നി. ഓവറോൾ ചിരിക്കാനുണ്ട്. വിജയ് സേതുപതിയും നിത്യാമേനനും രസമായി ചെയ്തിട്ടുമുണ്ട്. പക്ഷേ പോകെ പോകെ ആ രസം ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു സിനിമ, മൊത്തത്തിൽ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പൊളിറ്റിക്സിലെ വിഷയം, പ്രശ്നം എന്നുള്ളത് അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.